Welcome to Organic Chemistry. Some basic principles and techniques. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നമ്മുടെ ഫോക്കസ് ഏരിയ ഒന്ന് നോക്കാം. ഒന്ന്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. രണ്ട്, ഐസോമെറിസം. മൂന്ന്, ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. നാല്, ഡിറ്റക്ഷൻ ഓഫ് അതർ എലമെൻറ്റ്സ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ടെസ്റ്റ് ഫോർ നൈട്രജൻ. ലാസ്റ്റ് വൺ, എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇതിലെ ആദ്യത്തെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പരിചയപ്പെടാൻ തുടങ്ങി. ഹൈഡ്രോ കാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ആൽക്കെയിൻസിനെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ആൽക്കീൻസിനെ ഒന്ന് പരിചയപ്പെടാം. ആൽക്കീൻസ് നോക്കൂ, ആൽക്കീൻസ്. ജനറൽ ഫോർമുല ഈസ് CnH2n. ആൽക്കീൻസിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? Cn. അതായത് n കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ എണ്ണം എത്രയായിരിക്കും? 2n. കാർബണിൻ്റെ ഇരട്ടി എണ്ണം ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. n എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമാണ്. വേർ n ഈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഇനി അടുത്ത ഒരു പ്രത്യേകത, എന്നിൻ്റെ വാല്യൂവിനെ സംബന്ധിച്ച ആൽക്കീൻ ആവണമെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് നിർബന്ധമാണ്. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് വേണം. അതുകൊണ്ട് മിനിമം 2 കാർബൺ ആറ്റം ഉള്ള ആൽക്കീനേ ഉണ്ടാകും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൽക്കീനിൽ 2 കാർബൺ ആറ്റം നിർബന്ധമാണ്. ഒരു കാർബൺ ആറ്റമുള്ള ആൽക്കീൻ ഇല്ല. മിനിമം 2 കാർബൺ ആറ്റം വേണം. അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ തുടങ്ങുന്നത് 1 നിന്നല്ല. ശ്രദ്ധിക്കണം, എന്നിൻ്റെ വാല്യൂ 2, 3, 4 എക്സെട്രയാണ്. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 എന്ന് കൊടുക്കുമ്പോഴാണ് ഫസ്റ്റ് മെമ്പറിനെ കിട്ടുക. C2H4. നമുക്ക് കാണാം C2H4 അല്ലേ. 2നെ കാണിക്കാൻ എത്ത് എന്നാണ് ഉപയോഗിക്കുക, ETH. പിന്നെ ആൽക്കീൻ എന്ന് കാണിക്കാൻ ENE, എഥീൻ അല്ലെങ്കിൽ ഈഥീൻ എന്ന് വായിക്കാം. എഥീൻ അല്ലെങ്കിൽ ഈഥീൻ. അപ്പോൾ ഒന്നാമത്തെ മെമ്പറുടെ പേര് ഈഥീൻ എന്നാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കൂ. ആൽക്കീൻസ് ആർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ബിക്കോസ് ദേ കണ്ടെയ്ൻ 1 ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്. അപ്പോൾ ആൽക്കീൻസ് അൺസാച്ചുറേറ്റഡ് ആണ്, അപൂരിത ഹൈഡ്രോകാർബണുകളാണ്. കാരണം ഏതെങ്കിലും 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പോയിന്റുകൾ നോക്കണം. ജനറൽ ഫോർമുല CnH2n. n എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമാണ്. എന്നിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലാണ്. ആൽക്കീൻസ് അൺസാച്ചുറേറ്റഡ് ആണ് ബിക്കോസ് ദേ കണ്ടെയ്ൻ 1 ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്. ഒരു എക്സാമ്പിൾ നോക്കാം. 2 കാർബൺ ആറ്റം ഉണ്ടാവും. 1, 2 കാർബൺ ആറ്റം. അപ്പോൾ C2 എന്ന് കൊടുക്കാം. എച്ചിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2 × 2. H 4 വേണം. അപ്പോൾ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? 2 കാർബൺ ഉണ്ടോ? ആൽക്കീനിലെ ഫസ്റ്റ് മെമ്പറാണ് ഈഥീൻ. എത്തലീൻ എന്നാണ് കോമൺ നെയിം. എത്തലീൻ ഇതാണ് കോമൺ നെയിം. IUPAC നെയിമാണ് ഈഥീൻ. അതെല്ലാം പിന്നീട് നോക്കാം. ഇപ്പം 2 കാർബൺ. ഈ കാർബൺ ആറ്റത്തിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് നിർബന്ധമാണ്. കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് നിർബന്ധമാണ്. കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ഡബിൾ ബോണ്ട് കിട്ടും. ഇനി നമുക്കറിയാം ബാലൻസി 4 ആണ്. അപ്പോൾ നോക്കൂ, 1, 2, 3, 4 ഉണ്ടോ? ഇവിടെ 2 ഹൈഡ്രജനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാർബണിൻ്റെ ബാലൻസി 4 ആയി. ഇവിടെയും അതുപോലെ 1, 2, 3, 4 ഉണ്ടോ? അപ്പോൾ ഈ ബാലൻസി നോക്കിയിട്ട് വേണം ഹൈഡ്രജനെ കൊടുക്കാൻ, അല്ലെങ്കിൽ തെറ്റും.
ഇതിനെ ചുരുക്കി എഴുതാം CH2 ഡബിൾ ബോണ്ട് CH2. നമുക്കറിയാം ഒരു കാർബൺ രണ്ട് ഹൈഡ്രജൻ CH2 ഡബിൾ ബോണ്ട് CH2. ഇതിൻ്റെ IUPAC നെയിമാണ് ഇഥീൻ. കോമൺ നെയിമാണ് എത്തിലീൻ. അടുത്ത മെമ്പർ ഏതായിരിക്കും? 3 എന്ന് കാണിക്കാൻ പ്രൊപ്പാണ്. പ്രൊപ്പ് 3 എന്ന് കാണിക്കാൻ പ്രൊപ്പാണ്. അപ്പോൾ പ്രൊപ്പീൻ. ഈ 1 എന്ന് നിർബന്ധമില്ല. കാരണം 2 പ്രൊപ്പീൻ വരയ്ക്കാൻ നമുക്ക് കഴിയില്ല. 2 പ്രൊപ്പീൻ വരയ്ക്കാൻ കഴിയില്ല. ഡബിൾ ബോണ്ട് എവിടെയാണോ അവിടെ നിന്നാണ് നമ്പർ കൊടുക്കുക. 1 2 3. 1 2 3. ഈ ഡബിൾ ബോണ്ടിൻ്റെ നമ്പർ 1 ആണ്. ഈ കാർബണിന് 1. ഈ ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട്. അതുകൊണ്ട് 1 എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ മതി. പ്രൊപ്പീൻ നിർബന്ധമില്ല. അപ്പോൾ നോക്കൂ, 3 കാർബൺ വരച്ചു അല്ലേ? ഫോർമുല എന്താ വരിക? C3. N-ന് 3 എന്ന് കൊടുക്കുക. H എത്ര വരും? 2 × 3 6. H6. അപ്പോൾ ആദ്യം കാർബൺ വരയ്ക്കുക. 3 കാർബൺ വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇവിടെ കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക, എവിടെയായാലും കുഴപ്പമില്ല. ഇനി വാലൻസി നോക്കി ഹൈഡ്രജനെ കൊടുക്കുക. 1 2 പിന്നെ 3 4. അപ്പോൾ ഈ കാർബൺ ഓക്കെ. ഇവിടെ എത്രയായി? 1 2 3. അപ്പോൾ ഒരു ഹൈഡ്രജൻ കൊടുത്താൽ മതി. അപ്പോൾ CH2 ഇവിടെ ഡബിൾ ബോണ്ട് CH. പിന്നെ ഈ കാർബണിന് 1 2 3 4 ഉണ്ടാവും. 3 ഹൈഡ്രജൻ ആവശ്യമാണ്. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH3. ഇതാണ് പ്രൊപ്പീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. പ്രൊപ്പീൻ. ഇങ്ങനെ പറയേണ്ട. പ്രൊപ്പ് 1 ഈൻ എന്ന് പറയേണ്ട നിർബന്ധമില്ല. പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ മതി. പ്രൊപ്പീൻ. പ്രൊപ്പ് 1 ഈൻ എന്നൊന്നും പറയണ്ട. കാരണം പ്രൊപ്പ് 2 ഈൻ ഉണ്ടെങ്കിലേ പ്രൊപ്പ് 1 ഈൻ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പ് 1 ഈനാണ്. അത് അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് നമ്പർ പറയണമെന്ന് ഇല്ല. പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ കോമൺ നെയിമാണ് പ്രൊപ്പിലീൻ. പ്രൊപ്പിലീൻ എന്നാണ് കോമൺ നെയിം. ഓക്കെ, ഇത് ഗ്രാഫിക് ഫോർമുലയാണ്. ഇങ്ങനെ ബോണ്ടുകൾ കാണത്തക്ക വിധം വരച്ചാൽ ഗ്രാഫിക് ഫോർമുല അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫോർമുല എന്ന് വിളിക്കും. അപ്പോൾ ആൽക്കീൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഉണ്ടോ? ചുരുക്കി എഴുതിയിട്ടുണ്ട്. ഇതാണ് കണ്ടൻസർ ഫോർമുല. 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ C2H4. 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഉണ്ടോ C3H6. ഈഥെയിൻ എന്നുള്ള സ്ഥലത്ത് ഈഥീൻ. പ്രൊപ്പെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രൊപ്പീൻ. അങ്ങനെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പേര് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ അടുത്തതൊക്കെ എളുപ്പമാണ്. ബ്യൂട്ടീൻ, പെൻറ്റീൻ, ഹെക്സീൻ, ഹെപ്റ്റീൻ, ഒക്ടീൻ, നൊണീൻ അല്ലേ? ഫോർമുല എഴുതാൻ എളുപ്പമുണ്ട്. കാർബണിൻ്റെ ഇരട്ടി എണ്ണമാണ് ഹൈഡ്രജൻ. ഓക്കെ, ഇത് കണ്ടൻസർ ഫോർമുലയാണ്. അപ്പോൾ ഈ ആൽക്കീൻസിൻ്റെ പേരൊന്ന് പഠിക്കണം. സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, ഈഥീനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാം. CH2 ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെ ചുരുക്കി എഴുതാവുന്നതാണ്. CH2 ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെയൊക്കെ എഴുതാം. പ്രൊപ്പീനെ വേണമെങ്കിൽ എഴുതാമല്ലോ. പ്രൊപ്പീനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? CH2 ഡബിൾ ബോണ്ട് CH പിന്നെ CH3 ഉണ്ടോ? ഇങ്ങനെയൊക്കെ മാറ്റി എഴുതാം. CH2 ഡബിൾ ബോണ്ട് CH പിന്നെ CH3 ഇങ്ങനെയൊക്കെ ചുരുക്കി എഴുതാം. ഓക്കെ, പ്രൊപ്പിലീൻ എന്ന് പറയുന്നത്. പ്രൊപ്പിലീൻ എന്നുള്ള പേര് ഇങ്ങോട്ടായി ഒന്ന് മാറ്റാം. ഓക്കെ, പ്രൊപ്പിലീൻ. ഓക്കെ, അപ്പോൾ പ്രൊപ്പ് 1 ഈൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ മതി. പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഈഥീൻ, പ്രൊപ്പീൻ, പിന്നെ ബ്യൂട്ടീൻ, പെൻറ്റീൻ, ഹെക്സീൻ. അപ്പോൾ പരിചയപ്പെട്ടു. 10ാം ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ടതാണ്. നോക്കുക. ഇനി അടുത്തത് പരിചയപ്പെടാനുള്ളത് ആൽക്കൈൻസ് ആണ്. ജനറൽ ഫോർമുല ഈസ് CnH2n. അതിൽ നിന്ന് 2 കുറയ്ക്കണം. 2n - 2 ആണ് കേട്ടോ. 2n - 2 ആണ്. H2n - 2. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. വേർ n ഈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ആൽക്കൈൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് വേണം. അപ്പം എന്നിൻ്റെ വാല്യൂ 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക.
ഇപ്പോൾ വാല്യൂ ഓഫ് n ഈക്വൽ ടു 2, 3, 4 എക്സെട്ര. ആൽക്കൈൻസ് ആർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ബിക്കോസ് ദേ കണ്ടെയ്ൻ വൺ ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനം ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്. ഓക്കെ, ഇനി ഒന്നാമത്തെ ആൽക്കൈൻ ഉണ്ടോ, 2 കാർബണാറ്റം ആദ്യം വരയ്ക്കും. 2 കാർബണാറ്റം വരച്ചു അല്ലേ. ഫോർമുല എന്തായിരിക്കും വരിക നമുക്ക് നോക്കാം. എന്നിന് 2 എന്ന് കൊടുത്തു, C2. എച്ച് എന്ത് വരും? 2 × 2 - 2. 2 × 2 എത്രയാണ്? 4. 4 - 2 എത്രയാണ്? 2. അപ്പം C2H2. C2H2 എങ്ങനെ വരയ്ക്കും? 2 കാർബൺ വരയ്ക്കുക. ട്രിപ്പിൾ ബോണ്ട് നിർബന്ധമാണ്. ഏതെങ്കിലും 2 കാർബണാറ്റത്തിൻ്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് വേണം. ഇനി വാലൻസി നോക്കുക. 1, 2, 3. ഈ കാർബണിൻ്റെ ഒരു വാലൻസി ഹൈഡ്രജന് കൊടുത്തു. അപ്പോൾ 4. ഇവിടെ 1, 2, 3, 4 ഉണ്ടോ. അപ്പോൾ ഈ വാലൻസി തെറ്റാതെ വരയ്ക്കണം. CH ട്രിപ്പിൾ ബോണ്ട് CH, CH ട്രിപ്പിൾ ബോണ്ട് CH. ഇനി പ്രൊപ്പൈൻ എങ്ങനെ വരയ്ക്കും? പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ C3. H എത്ര വരും? 2n - 2. 2n എന്ന് പറയുമ്പോൾ 6 അല്ലേ. 2 × 3 6. 6 നിന്ന് 2 പോയാൽ 4. അപ്പം 3 കാർബണാറ്റവും 4 ഹൈഡ്രജനും. അപ്പം ആദ്യം 3 കാർബൺ വരയ്ക്കുക. 1, 2, 3. ഇനി ട്രിപ്പിൾ ബോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. എവിടെയാണോ കൊടുക്കുന്നത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കണം. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു. ഈ കാർബണിൻ്റെ വാലൻസി 4 ആക്കി. കണ്ടോ, ഇവിടെ ഒരു ഹൈഡ്രജനെ കൊടുത്തു. അപ്പോൾ 1, 2, 3, 4. തീരെ വരയ്ക്കാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഈ കാർബണിനോ 1, 2, 3, 4. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആവശ്യമില്ല. ഇവിടുത്തെ കാർബൺ എന്ത് വേണം? 1, 2, 3 ഉണ്ടോ, 3 ഹൈഡ്രജൻ വേണം. 4ാമത്തെ വാലൻസി ഇവിടെ കാർബണാണ്. ഓക്കെ, അപ്പോൾ CH3 ഒരു കാർബൺ 3 ഹൈഡ്രജൻ. CH3 C ട്രിപ്പിൾ ബോണ്ട് CH, CH3 C ട്രിപ്പിൾ ബോണ്ട് CH. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രക്ചർ വരയ്ക്കുക. ഇപ്പോൾ ആൽക്കൈൻസിൻ്റെ പേരുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3. ഇനി 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പേരെന്തായിരിക്കും? വേണമെങ്കിൽ നമുക്ക് എഴുതാം. 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പേരെന്ത് വരുമെന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. 4 കാർബൺ ആറ്റം ആണെങ്കിൽ ബ്യൂട്ട് ഐൻ ഉണ്ടോ, ബ്യൂട്ട് എന്ന് എഴുതുക. ബ്യൂട്ട്. ഇനി YNE ഉണ്ടോ, ബ്യൂട്ടൈൻ. പേര് വളരെ എളുപ്പമാണ്, ബ്യൂട്ടൈൻ. അപ്പോൾ അതുപോലെ പേര് നിങ്ങൾ എഴുതി വെക്കണം, ബ്യൂട്ടൈൻ. ഫോർമുല എന്താ വരിക? 4 കാർബൺ. ഓക്കെ, 4 കാർബൺ. ഹൈഡ്രജൻ്റെ എണ്ണം 2n - 2 ആണ്. അപ്പോൾ 2 × 4 8. 8ൽ നിന്ന് 2 കുറച്ചാൽ 6. 6 ആണ് വരിക. ഈ 4 ഒന്നിങ്ങനെ താഴേക്ക് എഴുതണം ഉണ്ടോ, C4H6, C4H6. അപ്പോൾ ഫോർമുല നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്തത് എങ്ങനെ എഴുതാം? പെൻറ്റ് ഉണ്ടോ, പെൻറ്റ് ഐൻ, പെൻറ്റൈൻ. അടുത്ത മെമ്പറുടെ പേര് പെൻറ്റൈൻ. ഫോർമുല നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. പെൻറ്റൈൻ. അടുത്ത എങ്ങനെ വരിക? ഹെക്സൈൻ. ഇനി ബാക്കി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ പഠിച്ച കോമ്പൗണ്ടുകൾ ആൽക്കീനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലെ ANE മാറ്റി YNE കൊടുത്താൽ മതി. ANE മാറ്റി YNE കൊടുത്താൽ കാര്യം എളുപ്പമായി അല്ലേ. ഇതിൻ്റെ ഫോർമുലയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതാം. C5 അല്ലേ, C5 എത്ര വരും നോക്കാം നമുക്ക്. C5 എന്ന് കൊടുക്കുക. കുറച്ച് ഇങ്ങോട്ട് മാറി. C5 എന്ന് കൊടുക്കുക. C5 കൊടുത്താൽ 2 × 5 10. 10ൽ നിന്ന് 2 പോയാൽ 8 ഉണ്ടോ, ഇവിടെ 8 ആണ് വരിക. ഇനി അടുത്ത് നോക്കൂ, അടുത്ത് എത്രയാണ് വരിക? C6. കാർബണിൻ്റെ എണ്ണം 6 ആണെന്ന് കരുതും. കാർബണിൻ്റെ എണ്ണം 6 ആണ്. 6 ആണെങ്കിൽ 2 × 6 12. 12ൽ നിന്ന് 2 പോയാൽ 10. അപ്പോൾ ഫോർമുല എഴുതാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ ഫോർമുല കണ്ടാൽ തന്നെ കോമ്പൗണ്ടിനെ തിരിച്ചറിയാം. CnH2n + 2 ആണെങ്കിൽ ആൽക്കീനാണ്. CnH2n എന്നാണെങ്കിൽ ആൽക്കീനാവാം, അല്ലെങ്കിൽ സൈക്ലോ ആൽക്കീനാവാം. അതിൻ്റെ ഫോർമുലയും CnH2n ആണ്. ഓക്കെ, അത് ഓർമ്മയുണ്ടായാൽ മതി. ആൽക്കൈനാണെങ്കിൽ CnH2n - 2 ആണ്. CnH2n - 2 ആണ്. ഈ ഫോർമുലയുള്ള വേറെ കോമ്പൗണ്ടും ഉണ്ട്, സൈക്ലോ ആൽക്കീൻ. അതിനും ഇതേ ഫോർമുലയാണ്. എന്തായാലും ഇപ്പോൾ ഈ കോമ്പൗണ്ടുകളെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടാൽ മതി. ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈൻ. നമ്മൾ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളെയാണ് പരിചയപ്പെട്ടത്. എന്നാലേ നെയിമിംഗ് നമുക്ക് ഈസിയാവും. ഇനി പരിചയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, വളരെ വിശദമായി നോക്കുന്നില്ല. അലിസൈക്ലിക് കോമ്പൗണ്ട്. അലിസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സൈക്ലിക് കോമ്പൗണ്ടുകളാണ്. സൈക്ലിക് കോമ്പൗണ്ടുകളിൽ സൈക്ലോ ആൽക്കീൻ വരും. സൈക്ലോ ആൽക്കീൻ എന്ന് പറയുമ്പോൾ
അല്ലേ? ഒരു റിംഗ് ഉണ്ടാവണമെങ്കിൽ 3 കാർബൺ ആറ്റം വേണം. ഒരു റിംഗ് ഉണ്ടാവണമെങ്കിൽ 3 കാർബൺ ആറ്റം വേണം. അപ്പോൾ പ്രൊപ്പ് വെച്ചിട്ടാണ് തുടങ്ങുക. സൈക്ലോ പ്രൊപ്പെയിൻ ഇതാണ് ഫസ്റ്റ് മെമ്പർ. CH2 CH2 CH2. പിന്നെ എങ്ങനെ സൂചിപ്പിക്കുക? ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണിക്കുക. സൈക്ലോ ബ്യൂട്ടൈൻ, സൈക്ലോ പെൻറ്റൈൻ, സൈക്ലോ ഹെക്സൈൻ, ഇതൊക്കെ സൈക്ലോ ആൽക്കെയിൻസ് ആണ്. അപ്പോൾ അത് പരിചയപ്പെടാം. CnH2n എന്നാണ് ഇതിൻ്റെയും ജനറൽ ഫോർമുല. CnH2n ഇതിൻ്റെ ജനറൽ ഫോർമുല CnH2n ആണ്. കണ്ടോ, ആൽക്കീനിൻ്റെ അതേ ഫോർമുലയാണ്. ആൽക്കീനിൻ്റെ അതേ ഫോർമുലയാണ് വരുന്നത്. CnH2n എന്നാണ് ഫോർമുല വരുന്നത്. വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതാം CnH2n. ജനറൽ ഫോർമുല അങ്ങനെയാണ് വരുന്നത്. അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. സൈക്ലോ ആൽക്കെയിൻ എന്നുള്ളതിൻ്റെ ജനറൽ ഫോർമുല CnH2n ആണ്. CnH2n. അപ്പോൾ CnH2n എന്ന് പറഞ്ഞാൽ അല്ലേ, CnH2n എന്ന് പറഞ്ഞാൽ ആരൊക്കെയാവാം? ആൽക്കീനാവാം അല്ലെങ്കിൽ സൈക്ലോ ആൽക്കീനാവാം. ആൽക്കീനാവാം അല്ലെങ്കിൽ സൈക്ലോ ആൽക്കീനാവാം. അപ്പോൾ സൈക്ലോ ആൽക്കീൻ്റെ വേണമെങ്കിൽ ഇവിടെ എഴുതാം ജനറൽ ഫോർമുല ഓഫ് സൈക്ലോ ആൽക്കെയിൻസ് ഈസ് CnH2n. N is the number of carbon atoms. അല്ലേ? N എന്ന് പറയുന്നത് എഴുതാം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. N ഈസ് ദ ചെറിയ ലെറ്റർ ആണ്. N ഈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. N എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമാണ്. വാല്യൂ ഓഫ് N ഈക്വൽ ടു ശ്രദ്ധിക്കണം, ഏത് മുതലാണ്? 3, 4, 5 എക്സെട്ര ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു പ്രത്യേകതയാണ്. സൈക്ലോ ആൽക്കെയിൻ പരിചയപ്പെട്ടു. സൈക്ലോ പ്രൊപ്പെയിൻ, സൈക്ലോ ബ്യൂട്ടൈൻ, സൈക്ലോ പെൻറ്റൈൻ, സൈക്ലോ ഹെക്സൈൻ ഉണ്ടോ? ഈ കോമ്പൗണ്ടുകളാണ്. ഇനി സൈക്ലോ ആൽക്കീൻ ഒരു പ്രയാസമില്ല, നേരത്തെ വരച്ച ചിത്രത്തിലൊരു ഡബിൾ ബോണ്ട് കൊടുത്താൽ മതി. സൈക്ലോ ബ്യൂട്ടൈൻ എന്നുള്ളതിലൊരു ഡബിൾ ബോണ്ട് കൊടുത്താൽ സൈക്ലോ ബ്യൂട്ടൈൻ, സൈക്ലോ പെൻറ്റീൻ, സൈക്ലോ ഹെക്സീൻ. ഇത് സൈക്ലോ ആൽക്കിൻ അല്ല, ഇത് 2 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പം ഡൈൻ എന്നാണ് ഇതിൻ്റെ പേര്. ഡൈൻ ഒരു പരിചയത്തിന് വേണ്ടി വരച്ചതാണ്. ഡൈൻ. ഇത് സൈക്ലോ ആൽക്കിൻ അല്ല, ഇത് ഡൈനാണ്. ഈ 3 എണ്ണം മാത്രമേ സൈക്ലോ ആൽക്കിൻ വരുന്നുള്ളൂ. സൈക്ലോ ബ്യൂട്ടീൻ, സൈക്ലോ പെൻറ്റീൻ, സൈക്ലോ ഹെക്സീൻ. ഇത് വെറുതെ വരച്ചതാണ് ഒരു പരിചയത്തിന്. 2 ഡബിൾ ബോണ്ട് വന്നാൽ ഡൈൻ എന്നാണ് വിളിക്കുക. 1ാമത്തെ കാർബണിൻ്റെ അവിടെയും 4ാമത്തെ കാർബണിൻ്റെ അവിടെയും ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് 1, 4 എന്ന് എഴുതി. 1, 4 സൈക്ലോ ഹെക്സാ ഡൈൻ എന്നാണ് ഇതിൻ്റെ പേര്. സൈക്ലോ ഹെക്സാ ഡൈൻ. എന്തായാലും ഇത് സൈക്ലോ ആൽക്കീനാണ്. പേരുകൾ മാത്രം ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കുക. സൈക്ലോ ആൽക്കീൻ ഉണ്ടോ? ഇത് സൈക്ലോ ഹെക്സീനാണ്. സൈക്ലോ ഹെക്സീൻ കാണുമ്പോൾ അറിഞ്ഞാൽ മതി. ഇത് ബെൻസീനാണെന്നും കരുതരുത്. പെട്ടെന്ന് ബെൻസീനാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. കാരണം ബെൻസീൻ്റെ സ്ട്രക്ചറുമായി അല്ലേ 6 സൈഡുണ്ട്. ബെൻസീന് 3 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ബെൻസീൻ വേറെ ടൈപ്പാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ചില കുട്ടികൾ ബെൻസീനാണെന്നൊക്കെ കരുതും. അല്ല, ഇത് സൈക്ലോ ആൽക്കീനാണ്. ഓക്കെ, സൈക്ലോ ഹെക്സീൻ. ഇനി അടുത്തത് സൈക്ലോ ഹെക്സൈൻ ഉണ്ടോ? ഡബിൾ ബോണ്ട് ഇട്ട സ്ഥലത്ത് ട്രിപ്പിൾ ബോണ്ട് ഇട്ടാൽ ഇതായി സൈക്ലോ ഹെക്സൈനാണ്. സൈക്ലോ ഹെക്സൈൻ. ഇത് സൈക്ലോ ആൽക്കൈൻസ് ആണ്. സൈക്ലോ ആൽക്കൈൻസ് അല്ലേ? ഇറ്റ് ഈസ് എ സൈക്ലോ ആൽക്കൈൻ. ബ്രാക്കറ്റിലൊന്ന് എഴുതാം. സൈക്ലോ ആൽക്കൈൻ. അപ്പോൾ സൈക്ലോ ആൽക്കൈൻ വരയ്ക്കാൻ പ്രയാസമൊന്നുമില്ല. ഈ ഡബിൾ ബോണ്ട് കാണിച്ച സ്ഥലത്തൊക്കെ ട്രിപ്പിൾ ബോണ്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഡബിൾ ബോണ്ട് കാണിച്ച സ്ഥലത്തൊക്കെ ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കുക. അപ്പോൾ പേര് സൈക്ലോ ബ്യൂട്ടൈൻ, സൈക്ലോ പ്രൊപ്പൈൻ അല്ലെ, പെൻറ്റൈൻ, സൈക്ലോ ഹെക്സൈൻ എന്നൊക്കെ ആയിട്ട് മാറും. അപ്പോൾ പേര് എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ സൈക്ലോ ആൽക്കേൻ ഉണ്ട്, സൈക്ലോ ആൽക്കീൻ ഉണ്ട്, സൈക്ലോ ആൽക്കൈൻസ് ഉണ്ട്. പ്രാധാന്യം കുറഞ്ഞത് ആയതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞത്. അപ്പോൾ പേരെഴുതാൻ പ്രയാസമൊന്നുമില്ല. സൈക്ലോ പ്രൊപ്പൈൻ അല്ലേ, സൈക്ലോ പെൻറ്റൈൻ, സൈക്ലോ ഹെക്സൈൻ ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കോമ്പൗണ്ടുകളെയും നമ്മൾ പരിചയപ്പെട്ടു. സൈക്ലോ ആൽക്കീൻ, സൈക്ലോ ആൽക്കീൻ, സൈക്ലോ ആൽക്കീൻ. സൈക്ലോ ആൽക്കീൻ്റെ ജനറൽ ഫോർമുല വേണമെങ്കിൽ എഴുതാം. ജനറൽ ഫോർമുല ഈസ്
general formula is CnH2n-2. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സൈക്ലോ ആൽക്കീനിൻ്റെ ഫോർമുലയ്ക്ക് ഒരു പ്രത്യേകത CN കണ്ടോ, ആൽക്കൈനിൻ്റെ ഫോർമുലയാണ്. കണ്ടോ, ആൽക്കൈനിൻ്റെ അതേ ഫോർമുലയാണ് ഇവർക്ക്. ആൽക്കൈൻ, ഇവരുടെ ഫോർമുല ആൽക്കൈൻ എന്നുള്ളതിൻ്റെ അതേ ഫോർമുലയാണ്. സെക്കൻഡ്, ആൽക്കൈൻ ആൽക്കൈൻ എന്നുള്ളതിൻ്റെ ഫോർമുലയാണ് CnH2n-2. എന്നിൻ്റെ വാല്യൂ 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, C3, പിന്നെ 2 × 3 - 2 അല്ലേ. അപ്പോൾ C3 എത്ര വരിക? 2 × 3 6, 6 എന്ന് 2 പോയാൽ 4. അപ്പോൾ C3H4 ആ രീതിയിൽ. പിന്നെ 4 ആണെങ്കിലോ C4, 2 × 4 എത്രയാണ്? 8, 8 - 2 6. അപ്പോൾ C4H6. അപ്പോൾ സൈക്ലോ ആൽക്കേനിൻ്റെ ജനറൽ ഫോർമുല പഠിച്ചു, സൈക്ലോ ആൽക്കീൻ. പിന്നെ ഇതുപോലെ സൈക്ലോ ആൽക്കൈൻസ് ഉണ്ട്. ഉണ്ടോ, ഇത് സൈക്ലോ ആൽക്കൈനാണ്, പേര് പറയുന്ന രീതിയിൽ സൈക്ലോ ആൽക്കൈൻ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സൈക്ലോ ഹെക്സൈൻ എന്ന് പറയുന്നത്, സൈക്ലോ ഹെക്സൈൻ. അതുപോലെ സൈക്ലോ പ്രൊപ്പൈൻ ഉണ്ട്, സൈക്ലോ ബ്യൂട്ടൈൻ ഉണ്ട്. അതൊന്നും വരച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ജനറലായിട്ടൊന്ന് പരിചയപ്പെട്ടു. ഓക്കെ, ഇനി സൈക്ലിക് കോമ്പൗണ്ടുകളിൽ അരോമാറ്റിക് കോമ്പൗണ്ട്സ് പഠിക്കാനുണ്ട്. അതിന് മുന്നേ തന്നെ ആൽക്കൈൻസിൻ്റെ പേര് നമ്മൾ നേരത്തെ ചേർക്കാൻ വിട്ടിരുന്നു. ആ സ്ഥലത്തൊന്ന് ചേർക്കാത്തത് ആൽക്കൈൻസിൻ്റെ പേര് ഒന്ന് ശ്രദ്ധിക്കൂ. നേരത്തെ നമ്മൾ ആൽക്കൈൻ പരിചയപ്പെട്ടു അല്ലേ. അതിൻ്റെ പേരുകൾ ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാം. ആൽക്കൈനിൻ്റെ ഫോർമുല ഉണ്ടോ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻറ്റൈൻ, ഹെക്സൈൻ ഫോർമുല. ഓക്കെ, നമ്മുടെ ആൽക്കൈനിൻ്റെ പേര് നേരത്തെ പരിചയപ്പെട്ടിരുന്നു. അവരുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. നേരത്തെ എഴുതാൻ വിട്ടതാണ്. ഓക്കെ, അലിസൈക്ലിക് കോമ്പൗണ്ടിൽ സൈക്ലോ ആൽക്കീൻ നോക്കി, സൈക്ലോ ആൽക്കീൻ പരിചയപ്പെട്ടു. പിന്നെ സൈക്ലോ ആൽക്കൈൻ, ഇതിനൊരു എക്സാമ്പിളേ നോക്കിയിട്ടുള്ളൂ, അത്ര മതി. ബാക്കിയെല്ലാം എളുപ്പമാണ്. സൈക്ലോ പ്രൊപ്പൈൻ, സൈക്ലോ ബ്യൂട്ടൈൻ, സൈക്ലോ പെൻറ്റൈൻ, സൈക്ലോ ഹെക്സൈൻ. ആ ENE എന്നുള്ള സ്ഥലത്ത് YNE ചേർത്താൽ മതി. ഡബിൾ ബോണ്ടിൻ്റെ സ്ഥലത്ത് ട്രിപ്പിൾ ബോണ്ട് വരച്ചാൽ സ്ട്രക്ചറും വരയ്ക്കാം. ഓക്കെ, ഇനി അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്താം. അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഹക്കൽ റൂൾ എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. ഈ ഹക്കൽ റൂൾ അനുസരിക്കുന്ന കോമ്പൗണ്ടുകളാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അരോമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സുഗന്ധമുള്ള എന്നാണ്. പണ്ട് കാലത്ത് സുഗന്ധമുള്ള വസ്തുക്കളായിരുന്നു. ആ ഡെഫിനിഷൻ പിന്നീട് മാറ്റി ഹക്കൽ റൂൾ അനുസരിക്കുന്ന കോമ്പൗണ്ടുകളാണ് അരോമാറ്റിക് കോമ്പൗണ്ട്. നമുക്ക് പരിചയമുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് 1-2 പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ബെൻസീൻ, പിന്നെ ഇതിൻ്റെ പേര് ടൊളുവിൻ എന്നാണ്. ടൊളുവിൻ. 2 CH3 വന്നാൽ സൈലീൻ എന്ന് പറയും. സൈലീൻ, അത് ഓർത്തോ, മെറ്റാ, പാര, അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അതെന്താണെന്ന് പിന്നീട് പറയും. ഇപ്പോൾ 2 CH3 വന്നാൽ സൈലീൻ എന്നാണ് വിളിക്കുക. ഇവിടെ ഒരു CH3, പിന്നെ തൊട്ടടുത്തൊരു CH3 വന്നാൽ സൈലീൻ. CH3 ഇവിടെ വരാം, ഇവിടെ അടുത്ത് വന്നാൽ ഓർത്തോ, ഇവിടെ CH3 വന്നാൽ മെറ്റ, ഓപ്പോസിറ്റ് വന്നാൽ പാര. ഇപ്പോൾ സൈലീൻ. പിന്നെ കുറച്ച് കോമ്പൗണ്ടുകൾ ഇൻജീൻ, നാഫ്തലിൻ, നമ്മൾ പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്ന മൂത്ര റിപ്പല്ലൻറ്റ്, പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്ന നാഫ്തലിൻ, ഇത് ബൈഫീനൈൽ. അങ്ങനെ ധാരാളം അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ഒരുപാടെണ്ണമുണ്ട്. ബെൻസീനും ടൊളുവിനും ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെയുമുണ്ട്, അത് മറ്റ് സന്ദർഭങ്ങളിൽ പറയാം. ബെൻസീനിലെ റിങ്ങിൽ കാർബണാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയറിയാം, കാർബണാറ്റങ്ങളെ കൊണ്ടാണ് റിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. റിങ് കാർബണാറ്റങ്ങളെ കൊണ്ട് മാത്രം ഉണ്ടാക്കിയാൽ കാർബോസൈക്ലിക് കോമ്പൗണ്ട് എന്നാണ് വിളിക്കുക. കാർബോസൈക്ലിക്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ കാർബോസൈക്ലിക് ആണ്. ബിക്കോസ് ദ റിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി കാർബൺ ആറ്റംസ്. അതൊക്കെ ഒരു അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രം. റിങ്ങിൽ കാർബണാറ്റം ഒഴികെ വേറെ വല്ല ആറ്റവും വന്നാൽ, ഇപ്പോൾ നോക്കൂ, ബെൻസീൻ റിങ് പോലെ ഒരു റിങ് ആണിത്. ഒരു കാർബണിന് പകരം നൈട്രജൻ വന്നു. ഇതിനെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്നാണ് വിളിക്കുക. ഹെട്രോസൈക്ലിക്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ ഹെട്രോസൈക്ലിക് എന്നാണ് വിളിക്കുക. ഇതൊന്നും ചോദിക്കില്ല, ഒരു പരിചയത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ റിങ്ങിൽ വേറൊരു ആറ്റം വന്നാൽ അത് ഹെട്രോസൈക്ലിക് ആവും. അപ്പോൾ ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ട്. അതിന് എക്സാമ്പിൾ പിരിഡിൻ, പൈറോൾ, ഫ്യുറാൻ, തയോഫിൻ. ഒന്ന് കേട്ടിരിക്കുക, അത്രയേ വേണ്ടൂ.
ഇനി നമുക്ക് നെയിമിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബൺസിനെ ഏകദേശം പരിചയപ്പെട്ടു. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളിൽ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അലിസൈക്ലിക് കോമ്പൗണ്ടുകളിൽ സൈക്ലോ ആൽക്കെയിൻ, സൈക്ലോ ആൽക്കീൻ, സൈക്ലോ ആൽക്കൈൻ. ചെറിയൊരു പരിചയമായി. പിന്നെ അരോമാറ്റിക് കോമ്പൗണ്ട് ഒന്ന് രണ്ടെണ്ണം നോക്കി. അപ്പോൾ ജനറലായിട്ട് നമ്മൾ കോമ്പൗണ്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് നെയിമിംഗ് നോക്കാം. വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. വിശദമായിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ബൈ.